ബാറുകളിൽ ചെന്ന് മെനു നോക്കി ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നതായിരുന്നു പതിവ്. എന്നാൽ ഡൽഹിയിലെ പുത്തൻ ട്രെൻഡ് അതല്ല. മെനുവിന് പകരം ഷെഫിന്റെയോ ബാർടെൻഡറുടെയോ കഴിവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്ന ജപ്പാനീസ് രീതിയായ ഒമാകാസെ തലസ്ഥാനത്തെ ബാറുകളെ കീഴടക്കുകയാണ്. ഞാനിത് നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്നർത്ഥം വരുന്ന ഈ ശൈലിയിൽ ഉപഭോക്താവിന് എന്ത് പാനീയം നൽകണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ബാർടെൻഡർക്കായിരിക്കും. ജപ്പാനിലെ സുഷി റെസ്റ്റോറന്റുകളിൽ നിലനിന്നിരുന്ന ഈ പാരമ്പര്യം ഇപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ബാറുകളിലേക്കും പടർന്നിരിക്കുകയാണ്. തിരക്കേറിയ ജോലി കഴിഞ്ഞെത്തുന്നവർക്ക് മെനു നോക്കി വീണ്ടും തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കാനും തികച്ചും വ്യക്തിഗതമായ സർപ്രൈസ് അനുഭവങ്ങൾ ആസ്വദിക്കാനും ഈ ട്രെൻഡ് സഹായിക്കുന്നു. ഡൽഹിയിലെ കോൾമി 10, PCO തുടങ്ങിയ ബാറുകളിൽ എത്തുന്ന അതിഥികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേക ഫോമുകൾ നൽകുന്നു. തങ്ങൾക്ക് പ്രിയപ്പെട്ട മദ്യം, താല്പര്യമുള്ള രുചികൾ, അന്നത്തെ മാനസികാവസ്ഥ എന്നിവ ഇതിൽ രേഖപ്പെടുത്താം. ഇവ വിശകലനം ചെയ്യുന്ന ബാർടെൻഡർമാർ നെല്ലിക്കയോ കിംച്ചിയോ ചേർത്ത വോഡ്കയോ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പാർലേജി ബിസ്ക്കറ്റ് രുചിയുള്ള കോക്ടെയിലുകളോ പോലെ വിസ്മയിപ്പിക്കുന്ന പാനീയങ്ങൾ അതിഥികൾക്കായി ഒരുക്കുന്നു. ജപ്പാനീസ് ആനിമേഷൻ കൾച്ചറിനോടും ഭക്ഷണ രീതിയോടും ഇന്ത്യക്കാർക്ക് വർദ്ധിച്ചു വരുന്ന താല്പര്യവും ഈ മാറ്റത്തിന് വേഗത കൂട്ടി. സാധാരണയായി ഒരു ഡ്രിങ്ക്സിന് 800 മുതൽ 1200 രൂപ വരെയാണ് ഇവിടെ ഈടാക്കുന്നത്. ഉപയോഗിക്കുന്ന ചേരുവകളുടെ പ്രത്യേകത അനുസരിച്ച് വിലയിൽ മാറ്റം വരാമെങ്കിലും പുതുമ ആഗ്രഹിക്കുന്ന യുവതലമുറ ഈ വ്യത്യസ്തമായ അനുഭവത്തിനായി പണം ചിലവാക്കാൻ തയ്യാറുമാണ്. മെനുവിലെ സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി ബാർടെൻഡറുടെ സർഗാത്മകതയിൽ വിശ്വസിക്കുന്ന ഈ രീതി ബാർ സംസ്കാരത്തിലെ പുതിയ വിപ്ലവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഭക്ഷണവും പാനീയവും കേവലം വിശപ്പും ദാഹവും തീർക്കാനുള്ള മാർഗങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു പുത്തൻ അനുഭവമാകണമെന്ന പുതിയ കാലത്തെ ചിന്താഗതിയാണ് ഒമാകാസയുടെ വിജയത്തിന് പിന്നിൽ. ഡൽഹിയിൽ തരംഗമായ ഈ ട്രെൻഡ് ഉടൻ തന്നെ കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിലെ പ്രീമിയം ബാറുകളിലും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരഞ്ഞെടുക്കാനുള്ള കൺഫ്യൂഷനുകളില്ലാതെ ബാർടെൻഡറുടെ സർഗാത്മകതയെ വിശ്വസിച്ച് ഗ്ലാസിലെ സർപ്രൈസിനായി കാത്തിരിക്കുന്ന ഈ രീതി ആധുനിക ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു.